Fifth unit, calculus of variation. Calculus എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ ഇൻവോൾവ് ചെയ്യുന്നത്. നമുക്ക് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ വേരിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാവും എന്താണ് വേരിയേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫാമിലി ഓഫ് ഫങ്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് ഫാമിലി ഓഫ് കർവ്സ് ഉണ്ട്. ഇപ്പോൾ ഫാമിലി ഓഫ് കർവ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ 2 പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ഒരു ഫങ്ഷൻ. അപ്പോൾ ഒരു ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരാം അല്ലേ, അടുത്ത കർവ്സ് അടുത്ത് ഇങ്ങനെ ഒരുപാട് കർവ്സ് നമുക്ക് അതിനിങ്ങനെ വരാം അല്ലേ, ഡിഫറെൻറ്റ് കർവ്സ് വരാം. അത് ഫ്രം പോയിന്റ് x1 y1 ടു x2 y2 അല്ലേ. അപ്പോൾ ഈ ഫാമിലി ഓഫ് ഫങ്ഷൻസിനകത്ത് നമുക്ക് ഒരു ഫങ്ഷൻ കാണും, അതിൻ്റെ ഇൻറ്റഗ്രൻ്റ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ വെച്ചിട്ട് ഇൻറ്റഗ്രൻ്റ് മിനിമം ആക്കുക അല്ലെങ്കിൽ മാക്സിമം ആക്കുക, അതിനെ പറയുന്നത് എക്സ്ട്രീമം എന്നാണ്. അപ്പോൾ എക്സ്ട്രീമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഓർ മിനിമം. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമുക്ക് ഇത് നോക്കാം എന്താണെന്നുള്ളത്. ലെറ്റ് P ആൻഡ് Q ഹാവ് കോർഡിനേറ്റ്സ് x1 y1 ആൻഡ് x2 y2. രണ്ട് പോയിന്റ്സിനെ നമ്മൾ പിയും ക്യൂവും എടുക്കുന്നു. അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് x1 y1 x2 y2. കൺസിഡർ ദി ഫാമിലി ഓഫ് ഫങ്ഷൻസ് y ഈക്വൽ ടു y ഓഫ് x ദാറ്റ് സാറ്റിസ്ഫൈ ദി ബൗണ്ടറി കണ്ടീഷൻസ് y ഓഫ് x1 ഈക്വൽ ടു y1 ആൻഡ് y ഓഫ് x2 ഈക്വൽ ടു y2. അപ്പോൾ ഒരു ഫങ്ഷൻ അത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? സം ബൗണ്ടറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ പോയിന്റ്സിൽ y1 of x1 y of x1 equal to y1 y of x2 equal to y2. That is x1 y1 and x2 y2 are points on the family y equal to y of x, so that the graph of y equal to y of x must join p and q. അപ്പോൾ ഈ y of x എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്നുണ്ട്. We have to find the function in this family. ഈ ഫാമിലിയിൽ വരുന്ന ഒരു ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഫംഗ്ഷൻ ആ ബൗണ്ടറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതുപോലെ തന്നെ ആ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് മിനിമം ആവണം. ആ ഫംഗ്ഷൻ ഏത് ഫംഗ്ഷനാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് ആ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ടാവും. ആ ഇൻറ്റഗ്രൽ ആ ഫംഗ്ഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഇൻറ്റഗ്രൻ്റ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. അതിനെ നമ്മൾ എഴുതുന്ന ഫോം എന്ന് പറഞ്ഞാൽ I of y ഈക്വൽ ടു ഇൻറ്റഗ്രൽ x1 ടു x2 f of x y y ഡാഷ് dx. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ, റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ എന്ന് പറയുന്ന ഈ ഇൻറ്റഗ്രൻ്റ് ആണ്. അതിനെ നമുക്ക് y ഓഫ് എക്സ് വൈ വൈ ഡാഷ് എടുക്കാം. ഇനി I ഓഫ് y എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രൽ x1 ടു x2, ഇവിടെ തന്നേക്കുന്ന എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് എന്ന് പറയുന്ന റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഡാഷ് ഹോൾ സ്ക്വയർ. ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയേക്കുന്ന ഈ ഇൻറ്റഗ്രൽ നമ്മൾ നേരത്തെ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുള്ള അതെന്ന് പറയുന്ന ലെങ്ത് ഓഫ് ദി കർവ് കണ്ടുപിടിക്കാനുള്ളതാണ്, ഫ്രം x1 ടു x2 അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ എഴുതിയിരിക്കുന്ന റൈറ്റ് ഹാൻഡ് സൈഡ്, വിച്ച് ഈസ് ഈക്വൽ ടു I ഓഫ് y. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈക്വൽ ടു I ഓഫ് y. ഈ ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ ഈക്വൽ ടു നമ്മൾ അവിടെ L എന്ന് ഡിനോട്ട് ചെയ്യും അല്ലേ. ആ x1 to x2 എന്ന ഇൻറ്റഗ്രൽ. സോ വി ഹാവ് ടു ഫൈൻഡ് ദി കർവ്. ഏത് കർവിൻ്റെ ആ y ഈക്വൽ ടു y ഓഫ് എക്സ് സച്ച് ദാറ്റ് ഇറ്റ്സ് ലെങ്ത് ഈസ് മിനിമം ഫ്രം x1 ടു x2. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഫംഗ്ഷൻ നമ്മൾ എഴുതുന്ന ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻറ്റഗ്രൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു മിനിമം ആയിരിക്കും അല്ലേ. മിനിമം ഓർ മാക്സിമം വരാം.
അപ്പോൾ ഇവിടെ നമുക്ക് മിനിമം എന്നാണ് ലെങ്ത് പറഞ്ഞേക്കുന്നത്. ഇറ്റ്സ് ലെങ്ത് ഈസ് മിനിമം ഫ്രം x1 ടു x2. അതുപോലെ തന്നെ സെക്കൻഡ് വൺ 2 pi y root of 1 plus y dash whole square. Y dash square from integral over the limit x1 to x2. അതിനെയാണ് നമ്മൾ I of y എന്ന് പറഞ്ഞത്. ഈ എഴുതിയേക്കുന്ന റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞത് ആ ഒരു കർവിനെ നമ്മൾ റിവോൾവ് ചെയ്യുന്നതാണ്. ആ കർവിനെ നമ്മൾ അബൌട്ട് ദി എക്സ് ആക്സിസ് റിവോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സർഫേസ് ഏരിയയുടെ ഫോർമുലയാണ് ഇത്. ഇതിനെ നമ്മൾ എസ് എന്ന് എഴുതും അല്ലേ. അപ്പോൾ അത് എന്തായിരിക്കണം, അങ്ങനെ റിവോൾവ് ചെയ്ത് കിട്ടുന്ന പാസിങ് ത്രൂ ദ പോയിന്റ് x1y1 ആൻഡ് x2y2 ആ ബൗണ്ടറിയിൽ അല്ലേ, ആ പോയിന്റ്സ് രണ്ട് പോയിന്റ്സിൽ കൂടെ പാസ് ചെയ്യുന്ന കുറേ കർവ്സ് കാണും വിച്ച് റിവോൾവ് അബൌട്ട് ദി എക്സ് ആക്സിസ്. അതിനകത്ത് വരുന്ന മിനിമം ഏരിയ ഏതാണോ അതാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, രണ്ട് എക്സാമ്പിൾസ് മനസ്സിലായോ? ഇനി ഇവിടെ നമ്മൾ അസംഷൻസ് ഉണ്ട്. വൈൽ ഫോർമുലേറ്റിംഗ് ദ ബേസിക് പ്രോബ്ലംസ് ഓഫ് മിനിമൈസിങ് ദ ഇൻറ്റഗ്രൽ. ആ ഇൻറ്റഗ്രൽ മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് അസംഷൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് അസംഷൻ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണല്ലോ നമ്മളിവിടെ അതിനകത്ത് എടുക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിരിക്കണം അല്ലേ. Assume that the function f of x, y, y dash has continuous partial derivatives of the second order with respect to function is of the form x, y, y dash. അപ്പോൾ with respect to x, y, y dash second order partial derivative എന്തായിരിക്കണം, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. സെക്കൻഡ് വൺ, ദ ഇൻറ്റഗ്രൽ ടു ബി മിനിമൈസ്ഡ്. ഏത് ഇൻറ്റഗ്രൽ ആണോ മിനിമൈസ് ചെയ്യേണ്ടത് ഈസ് എ വെൽ ഡിഫൈൻഡ് റിയൽ നമ്പർ. നമ്മൾ ഈ രണ്ട് എക്സാമ്പിൾ പറഞ്ഞതിനകത്തും ഇതെന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നത് എസ് എന്നാണ്. ഇവിടുത്തേത് നമ്മൾ ഇതിനെ ലെങ്ത് ആണ് അല്ലേ, ഒരു റിയൽ വാല്യൂ ആണ് വരുന്നത്. So the integral to be minimized is a well-defined real number whenever the integrand is continuous as a function of x, and for this it suffices to assume that y dash x is continuous. അപ്പോൾ എന്താ y dash x continuous ആണെന്ന് നമുക്കത് നോക്കിയാൽ മതി. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മെത്തേഡാണ്. അതായത് എക്സ്ട്രിമൽ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്, ദാറ്റ് ഈസ് Euler's differential equation for an extremal. We have to determine the function y of x satisfying boundary conditions y of x1 equal to y1 and y of x2 equal to y2 such that y of x minimize the integral iy equal to integral x1 to x2 f of x y y dash dx. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എന്താണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്, y ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യണം, ഈ രണ്ട് കണ്ടീഷൻസ് അല്ലെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എങ്ങനെ, സച്ച് ദാറ്റ് y ഓഫ് എക്സ് മിനിമൈസസ് ദ ഇൻറ്റഗ്രൽ ഏതാ, ഇൻറ്റഗ്രൽ x1 ടു x2 f ഓഫ് എക്സ് വൈ വൈ ഡാഷ് ഡി എക്സ്. അതിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു, iy എന്ന് ഡിനോട്ട് ചെയ്യും. ഇനി നമ്മൾ വേറെ ഒരു ഫംഗ്ഷൻ eta x എടുക്കുന്നു. eta x be any function with the property that, അപ്പോൾ ഇവിടെ eta x ഒരു ഫംഗ്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. ആൻഡ് ഈറ്റ ഇവിടെ പറയുന്ന കണ്ടീഷൻ eta x1 ഈക്വൽ ടു eta x2 ഈക്വൽ ടു 0 എന്നാണ് eta ഓഫ് എക്സിൻ്റെ കണ്ടീഷൻ എടുത്തേക്കുന്നത്. ഇഫ് ആൽഫ ഈസ് എ സ്മാൾ പാരാമീറ്റർ, ആൽഫ എന്ന് പറയുന്ന ഒരു സ്മോൾ പാരാമീറ്റർ ആണെങ്കിൽ then y bar of x equal to y of x plus alpha eta x എന്ന് എഴുതും. ആൽഫ ഒരു സ്മോൾ പാരാമീറ്റർ ആണെങ്കിൽ y bar x equal to y of x plus alpha eta x റെപ്രസെന്റ് ആൽഫ എന്ന് പറയുന്ന ഒരു സ്മോൾ പാരാമീറ്റർ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം, വൺ പാരാമീറ്റർ ഫാമിലി ഓഫ് അഡ്മിസിബിൾ ഫങ്ഷൻസ്. ഇനി ഈ ഗ്രാഫ് നോക്കുക. ഈ ഗ്രാഫിനകത്ത് നമ്മൾ രണ്ട് പോയിന്റ്സ് എക്സ് ആക്സിസിൽ എടുത്തിട്ടുണ്ട്, x1 x2 അല്ലേ.
ഇനി ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഈറ്റ ഓഫ് x1 ആൻഡ് ഈറ്റ ഓഫ് x2 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അത് എക്സ് ആക്സിസിലുമാണ്. ഇനി ഈ കർവ് ഡോട്ടഡ് ആയിട്ട് ഇട്ടേക്കുന്ന ഈ കർവാണ് ഈറ്റ ഓഫ് എക്സ് എന്നെടുത്ത്. ഈ വൈ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കർവ് എടുത്തു. അത് ജോയിനിങ് ദ പോയിന്റ്സ് x1 y1 ആൻഡ് x2 y2. ഇനി നമ്മൾ y ബാർ ഓഫ് എക്സ് 1 പാരാമീറ്റർ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ഫാമിലി ഓഫ് കർവ്. അതിനെ എടുത്തേക്കുന്ന y ബാർ ഓഫ് എക്സ് ഈക്വൽ ടു y ഓഫ് എക്സ് പ്ലസ് ആൽഫ ഈറ്റ ഓഫ് എക്സ്. ഈ ആൽഫ ഈറ്റ ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ വെർട്ടിക്കൽ ഡീവിയേഷൻ ഓഫ് ദി കർവ് ആണ്. ഇതാണ്ട് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഡീവിയേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വൈ ഓഫ് എക്സ് ഇതാണ് അല്ലേ. ഈ വൈ ഓഫ് എക്സ് ഈക്വൽ ടു വൈ ബാർ ഓഫ് എക്സ് ഏതും കൂടെ ഉണ്ട്, ആഡ് ആവുന്നുണ്ട്, പ്ലസ് ആൽഫ ഈറ്റ ഓഫ് എക്സ്. അപ്പോൾ ഈ ലെങ്ത് ആണ് എക്സ്ട്രാ ആയിട്ട് വരുന്നത്, ആ വേരിയേഷൻ. The difference y bar of x minus y of x equal to alpha eta of x is called the variation of the function y. ഈ ഫംഗ്ഷന്റെ വേരിയേഷൻ ഏതാണ് അന്നേരം ഈ സ്മോൾ ലെങ്ത് ആണ് ആൽഫ ഈറ്റ ഓഫ് എക്സ് ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ആ വേരിയേഷനെ നമുക്ക് ഡെൽറ്റ വൈ എന്ന് ഡിനോട്ട് ചെയ്യും. ദിസ് ഈസ് ദി സോഴ്സ് ഓഫ് ദി നെയിം കാൽക്കുലസ് ഓഫ് വേരിയേഷൻ. ഇതുകൊണ്ടാണ് നമ്മൾ കാൽക്കുലസ് ഓഫ് വേരിയേഷൻ ഇതിൽ പറയുന്നത്. ഇനി ദ സിഗ്നിഫിക്കൻസ് ഓഫ് ത്രീ എന്ന് പറയുന്നത് നമ്മൾ വൈ ബാർ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു 1 പാരാമീറ്റർ ഫാമിലി ഓഫ് ഫംഗ്ഷൻ ആണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് ആൽഫയ്ക്ക് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആവും. അതുകൊണ്ട് തന്നെ അന്നേരം വൈ ബാർ എക്സ് എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആവും, വൈ ഓഫ് എക്സിന് ഈക്വൽ ആവും. 3 lies in the fact that for each family of this type, that is for each choice of the function eta of x, the minimizing function y of x belongs to the family and corresponds to the value of the parameter alpha equal to 0. Alpha equal to 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, y bar x ഏതിന് ഈക്വൽ ആണ്, y of x ന് ഈക്വൽ ആണ്. അപ്പോൾ ഈറ്റ എക്സ് നമ്മൾ ഫിക്സ് ചെയ്യുവാണ്. ഈറ്റ എക്സ് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വൈ ബാർ ഓഫ് എക്സ് ഈക്വൽ ടു വൈ ഓഫ് എക്സ് പ്ലസ് ആൽഫ ഈറ്റ ഓഫ് എക്സ് ആൻഡ് വൈ ബാർ ഓഫ് എക്സ് വൈ ബാർ ഡാഷ് വൈ ബാർ ഡാഷ് ഓഫ് എക്സ് നോട്ടിൽ അത് ഡാഷ് കൂടെ ഇട്ടോണം. y bar dash of x equal to y dash x plus alpha eta dash of x in the integral 1. integral 1 എന്ന് പറയുന്നത് ഇതായിരുന്നു നമ്മുടെ integral 1 നമ്മൾ ആദ്യം എഴുതിയേക്കുന്നത്. i alpha equal to integral x1 to x2 f x y bar dash x. ഇതിനകത്ത് നമുക്ക് integral x1 to x2 x y bar എന്ന് പറയുന്നത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വൈ ബാർ എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് വൈ ബാർ ഓഫ് എക്സ് ഈക്വൽ ടു വൈ ഓഫ് എക്സ് പ്ലസ് ആൽഫ ഈറ്റ ഓഫ് എക്സ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ വൈ ബാർ ഡാഷിൻ്റെ ഇത് ഈക്വൽ ടു വൈ ഡാഷ് ഓഫ് എക്സ് പ്ലസ് ആൽഫ ഈറ്റ ഡാഷ് ഓഫ് എക്സ് ഡി എക്സ്. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇനി ആൽഫ 0 ആണെങ്കിൽ നമുക്ക് ഈ ടേംസ് 0 ആവും അല്ലേ. ഇക്വേഷൻ 3 ഇപ്പോൾ പറഞ്ഞായിരുന്നു വൈ ബാർ എക്സ് ഈക്വൽ ടു വൈ ഓഫ് എക്സ് എന്ന് കിട്ടുമെന്ന്. ആൻഡ് സിൻസ് വൈ ഓഫ് എക്സ് മിനിമൈസസ് ദ ഇൻറ്റഗ്രൽ, വൈ ഓഫ് എക്സ് എങ്ങനെയാണ്, അത് ഈ ഇൻറ്റഗ്രലിനെ മിനിമൈസ് ചെയ്യുവാണ്. ഐ ആൽഫ മസ്റ്റ് ഹാവ് എ മിനിമം വെൻ, ഇപ്പോൾ ഐ ആൽഫയാണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് എന്ത് വരും, ഈ വാല്യൂ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും വെൻ ആൽഫ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഐ ഡാഷ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 വെൻ ആൽഫ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ആൽഫ 0 ആകുമ്പോൾ ഐ ഡാഷ് ഓഫ് 0, ആൽഫയ്ക്ക് 0 കൊടുക്കുമ്പോൾ ഐ ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 0. ഇനി നെക്സ്റ്റ് നമ്മൾ ഇക്വേഷൻ 4 വിത്ത് റെസ്പെക്ട് ടു ആൽഫ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു.
അപ്പോൾ I dash of alpha equal to ഇതിന് d by d alpha integral x1 to x2 f x y bar dash dx. I dash alpha equal to d by dx. ഇനി ഇൻറ്റഗ്രലിനകത്ത് വരുമ്പോൾ ഇൻറ്റഗ്രൽ x1 to x2 ഡോ ബൈ ഡോ ആൽഫ എഫ് ഓഫ് എക്സ് y bar dash dx. ഇനി ഇതിനെ നമ്മൾ ചെയിൻ റൂൾ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ ഡോ ബൈ ഡോ ആൽഫ f of x y dash f of x y bar dash equal to with respect to alpha ചെയ്യുമ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആൽഫ പ്ലസ് അടുത്തത് വൈ ബാർ ഡോ എഫ് ബൈ ഡോ വൈ ബാർ ബൈ ഡോ ആൽഫ പ്ലസ് വൈ ബാർ ഡാഷിൻ്റെ ഡോ എഫ് ബൈ ഡോ വൈ ബാർ ഡാഷ് ഡോ വൈ ബാർ ഡാഷ് ബൈ ഡോ ആൽഫ. അത് ബൈ ചെയിൻ റൂൾ നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇനി എക്സ് എന്ന് പറയുന്ന ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയതുകൊണ്ട് ഡോ എക്സ് ബൈ ഡോ ആൽഫ എന്താകും? 0 ആകും. വി ഹാവ് വൈ ബാർ ഓഫ് എക്സ് ഈക്വൽ ടു വൈ ഓഫ് എക്സ് പ്ലസ് ആൽഫ ഈറ്റ ഓഫ് എക്സ്. നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്, വൈ ബാർ എക്സും വൈ ബാർ ഡാഷും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എഴുതിയേക്കുന്നത്. ഇനി ഇതിനകത്ത് ഡോ വൈ ബാർ ബൈ ഡോ ആൽഫ ഈക്വൽ ടു എന്ത് വരും? ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡോ വൈ ബാർ ഡാഷ് ഡോ വൈ ബാർ ബൈ ഡോ ആൽഫ ഉണ്ട്, ഡോ വൈ ബാർ ഡാഷ് ബൈ ഡോ ആൽഫ ഉണ്ട്. അപ്പോൾ ഈ ഡോ വൈ ബാർ ഡാഷ് ബൈ ആൽഫ കണ്ടുപിടിക്കുക. ഡോ വൈ ബാർ ഡാഷ് ബൈ ഡോ ആൽഫ ഈക്വൽ ടു 0 അല്ലേ, ഡോ വൈ ബൈ ഡോ ആൽഫ 0 പ്ലസ് ഈറ്റ എക്സ് ഇൻറ്റു ഡോ ആൽഫ ബൈ ഡോ ആൽഫയുടെ വാല്യൂ എന്ത് വരും? 1 വരും. ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈറ്റ ഓഫ് എക്സ്. ഇവിടെ ഡോ വൈ ബാർ ഡാഷ് വേണ്ട, ഡോ വൈ ഡോ ഇവിടെ ഡാഷ് ഇല്ല, ഡോ ഇതിൻ്റെ അതായത് ഈ ഡോ വൈ ബാർ ബൈ ഡോ ആൽഫയും ഡോ വൈ ബാർ ഡാഷ് ബൈ ഡോ ആൽഫയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ഇവിടുന്ന്. വിത്ത് റെസ്പെക്ട് ടു ആൽഫ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡോ വൈ ബാർ ബൈ ഡോ ആൽഫ ഈക്വൽ ടു ഇത് 0 ആകും. ഡോ അല്ലേ, വൈ ഓഫ് എക്സ് ആണ്, ഫങ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ടേം എന്താകും? 0 ആകും. പ്ലസ് ഈറ്റ എക്സ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ആൽഫ, ഡോ ആൽഫ ബൈ ഡോ ആൽഫ ഈസ് 1. അപ്പോൾ ഈക്വൽ ടു ഈറ്റ ഓഫ് എക്സ്. അതുപോലെ തന്നെ വൈ ബാർ ഡാഷിൻ്റെയും നമ്മൾ ഡോ ബൈ ഡോ ആൽഫ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഡോ വൈ ബാർ ബൈ ഡാഷ് ബൈ ഡോ ആൽഫ ഈക്വൽ ടു ഇതിലും ഇതിൻ്റേത് വിത്ത് റെസ്പെക്ട് ടു ആൽഫ ചെയ്യുമ്പോൾ 0 പ്ലസ് ഈറ്റ ഡാഷ് ഓഫ് എക്സ് ഡോ ആൽഫ ബൈ ഡോ ആൽഫ ഈസ് 1 ഈക്വൽ ടു ഈറ്റ ഡാഷ് ഓഫ് എക്സ്. ഈ രണ്ട് വാല്യൂസ് നമ്മൾ ഈ ചെയിൻ റൂൾ കണ്ടുപിടിച്ചതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡോ എക്സ് ബൈ ഡോ ആൽഫ എന്ന് പറയുന്നത് 0, ഡോ വൈ ബാർ ബൈ ഡോ ആൽഫയുടെ വാല്യൂ ഈറ്റ എക്സ്, ഇവിടെ ഈറ്റ ഡാഷ് എക്സ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈക്വൽ ടു ഈ ടേം 0 ആയി. അപ്പം ബാക്കി റിമൈനിങ് ടേംസ് ഡോ എഫ് ബൈ ഡോ വൈ ബാർ ഈറ്റ എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ബാർ ഈറ്റ ഡാഷ് എക്സ്. അടുത്തത് നമ്മൾ ഈ എഴുതിയേക്കുന്ന ഇപ്പൊ കണ്ടുപിടിച്ചത് ഇക്വേഷൻ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇക്വേഷൻ 5 എന്ന് പറഞ്ഞാൽ ഐ ഡാഷ് ഓഫ് ആൽഫ ഈക്വൽ ടു ഇൻറ്റഗ്രൽ x1 to x2 ഡോ ബൈ ഡോ ആൽഫ എഫ് ഓഫ് എക്സ് വൈ ബാർ ഡാഷ്. അപ്പോൾ ആ വാല്യൂ ഇതാണ് കിട്ടിയേക്കുന്നത്. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു ഡി എക്സ്.
ഇനി നമ്മൾ എഴുതിയിട്ടുണ്ട് ഐ ഡാഷ് ഓഫ് സീറോ എന്ന് പറയുന്നത് ഈക്വൽ ടു സീറോ ആണ്. സോ പുട്ടിങ് ആൽഫ ഈക്വൽ ടു സീറോ വി ഗെറ്റ് ഇവിടെ ഐ ഡാഷ് ഓഫ് സീറോയ്ക്ക് സീറോ എടുക്കുമ്പോൾ നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു സീറോ എന്ന്. Alpha, when alpha equal to 0, y bar equal to y and y bar dash equal to y dash. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ആൽഫ ഈറ്റ എക്സ് ആൽഫയുടെ വാല്യൂ നമ്മൾ 0 എടുക്കുകയാണെങ്കിൽ y bar is equal to y ആണ്. Therefore നമുക്കിവിടെ ഡോ എഫ് ബൈ ഡോ വൈ വൈ ബാറും വൈ ബാർ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് വൈ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് വൈയും വൈ ഡാഷ് ആക്കി മാറ്റി അല്ലേ. ഡിനോമിനേറ്ററിൽ ഡോ എഫ് ബൈ ഡോ വൈ ബാർ എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ വൈയും ഇവിടെ ഡോ എഫ് ബൈ ഡോ വൈ ബാർ ഡാഷ് എന്ന് പറയുന്നത് ഡോ വൈ ഡാഷും കൊടുത്തു. ബാക്കിയുള്ള ടേംസ് എല്ലാം അതുകൊണ്ട് ഇനി സെപ്പറേറ്റ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഇനി ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുന്നു. ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ഈ സെക്കൻഡ് പാർട്ടിൻ്റെ എന്നാണ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ട് സിക്സ്ത് ഇക്വേഷനിൽ ഇക്വേഷൻ നമ്പർ 6 സെക്കൻഡ് ടേമിൻ്റെ ആണ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുന്നത്. മറ്റേത് അതുപോലെ തന്നെ. അപ്പോൾ ഫസ്റ്റ് ടേം ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് ഇത് ഫസ്റ്റ് ടേമും ഇത് സെക്കൻഡ് ടേം. ഇൻറ്റഗ്രൽ ഓഫ് ഈറ്റ ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ ഈറ്റ ഓഫ് എക്സ് of x1 to x2 minus integral x1 to x2 d by dx of derivative of first into integral of second, that is eta of x dx. ഇനി ഇവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈറ്റ ഓഫ് എക്സിൻ്റെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം x2 മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് ഈറ്റ x1 മൈനസ് ഈറ്റ അത് കണക്ക് തന്നെ ഈക്വൽ ടു ഈറ്റ x2ഉം ഈറ്റ x1ഉം എന്തുവായിരുന്നു അത് രണ്ട് പോയിന്റ്സിൽ 0 ആണ്. അപ്പോൾ ഈ ടേം 0 ആയി മൈനസ് ഇൻറ്റഗ്രൽ x1 ടു x2 d ബൈ ഡി എക്സ് ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് ഈറ്റ ഓഫ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും അല്ലേ. എന്തുകൊണ്ടാണ് സിൻസ് ഈറ്റ x2ഉം ഈറ്റ x1ഉം വാല്യൂ എന്താണ് 0 ആണ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 6 ഇക്വേഷൻ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ടേം അതുപോലെ തന്നെ ഫസ്റ്റ് ടേം മൈനസ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ സെക്കൻഡ് ടേമിന് പകരം നമ്മൾ മൈനസ് ഇൻറ്റഗ്രൽ x1 ടു x2 d ബൈ ഡി എക്സ് ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് ഈറ്റ ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0 ഓർ രണ്ടിടത്തും ഈറ്റ ഓഫ് എക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇൻറ്റഗ്രൽ x1 ടു x2 ഈറ്റ ഓഫ് എക്സ് കോമൺ എടുക്കുമ്പോൾ ഡോ എഫ് ബൈ ഡോ വൈ മൈനസ് ഡി ബൈ ഡി എക്സ് ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് ഇൻറ്റു dx equal to 0. Since the integral in 7 must vanish for every such function eta of x അല്ലേ. അപ്പോൾ ഇത് വാനിഷ് ചെയ്യണം ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഈറ്റ ഓഫ് എക്സ് ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ ഏതായിരിക്കും 0 ആവേണ്ടത്? ഈ ഈറ്റ എക്സിൻ്റെ കൂടെ വന്നേക്കുന്ന മറ്റേ ടേം ആണ്. അതായത് ഡോ എഫ് ബൈ ഡോ വൈ മൈനസ് ഡി ബൈ ഡി എക്സ് ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് ഈക്വൽ ടു 0. ഓർ നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതുന്നതേ ഉള്ളൂ, ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡി ബൈ ഡി എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു 0 ഈസ് ദ ഓയിലേഴ്സ് ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ജനറൽ ഓയിലേഴ്സ് ഇക്വേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഫോർമുല പഠിച്ചു വെച്ച്.